ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പില്ലാർ. ഞാൻ നിങ്ങളുടെ സ്വന്തം മുഖിൻ പെരുവല്ലൂർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ടിയാഗോ CNG ആണ്. CNG വെഹിക്കിളിൽ ചെയ്തിരിക്കുന്ന ടാറ്റ ജെനുവിൻ ആക്സസറീസാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിയാഗോ CNGയിൽ നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ബമ്പർ ഗാർണിഷ്, അതാണ് ആ അടിയിൽ കാണുന്ന 2 വരയാൻ വരുന്ന ക്രോം, ആ ഫ്രണ്ട് ബമ്പർ ഗാർണിഷ് കണ്ട ഈ സംഭവത്തിനെയാണ് ഫ്രണ്ട് ബമ്പർ ഗാർണിഷ് എന്ന് പറയുന്നത്. ടാറ്റ ജെനുവിൻ ആക്സസറീസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിതിൽ വരുന്ന ഫ്രണ്ട് പ്രൊഫൈൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BCP ബമ്പർ കോർണർ പ്രൊട്ടക്ടർ. ഇത് ഫ്രണ്ട് പ്രൊഫൈലിലും റിയർ പ്രൊഫൈലിലും സെയിം ആണ്. ബമ്പർ കോർണർ പ്രൊട്ടക്ടർ 4 സൈഡിലും വരും. 4 സൈഡിലും നമ്മുടെ ബമ്പറിൻ്റെ കോർണറിൽ. പിന്നെ നമുക്ക് ചെയ്യാൻ ഫ്രണ്ട് പ്രൊഫൈലിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ആണ് കാണിച്ചത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഒരുവിധം നമുക്ക് തുടക്കക്കാർക്ക്, വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് അല്ല, ജഡ്ജ്മെൻറ്റ് ക്ലിയർ അല്ലാത്തവർക്കൊക്കെ വയ്ക്കാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ക്യാം കണ്ട, ഉള്ളിലിരിക്കുന്ന ഡാഷ് ക്യാം, സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ നമുക്ക് ഉള്ളിൽ ഡോറ് തുറന്നൊന്നുകൂടി നോക്കി കാണാം, അതുപോലെ ഡാഷ് ക്യാം അപ്പോൾ ഒന്നുകൂടി കാണാം. അപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഇത്രയും ഐറ്റംസ് ആണ്. നമുക്ക് ഈ വാഹനം വരുന്നത് ഓൾറെഡി അലോയ് വീലാണ്, പ്രിസിഷൻ കട്ട് അലോയ് വീലാണ്. അതിൽ ചെയ്തിരിക്കുന്നത് സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് ബോഡി സൈഡ് മൗൾഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർ എഡ്ജ് ഗാർഡ് കണ്ട, ഡോർ എഡ്ജ് ഗാർഡ് 4 ഡോറിലും ഡോർ എഡ്ജ് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ്. ലുക്ക് മാത്രമല്ല, വണ്ടിയുടെ സേഫ്റ്റി കൂടിയിട്ടാണ്. നമ്മൾ ഡോറ് സ്ക്രൂ ഡ്രൈവറിട്ട് തിക്കിയ പോലെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഡോർ വൈസർ, ക്രോം ഡോർ വൈസറാണ് വരുന്നത്. ക്രോം ഡോർ വൈസർ നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നമ്മുടെ BCP കാണാം 2 സൈഡും. അതുകൂടാതെ ഇതാണ് ടെയിൽ ഗേറ്റ് ഗാർണിഷ്, നമ്മൾ ബാക്ക് ഡോർ ഗാർണിഷ് എന്നൊക്കെ പറയും, ടെയിൽ ഗേറ്റ് ഗാർണിഷ്. ഈ ടെയിൽ ഗേറ്റ് ഗാർണിഷ് ഒരു വേറെ ലുക്ക് തന്നെയാണ് കേട്ടോ ടിയാഗോന്. ഈ വണ്ടി എനിക്ക് അത് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്, കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ലുക്കുള്ള വണ്ടിയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലും സൈഡ് പ്രൊഫൈലും റിയർ പ്രൊഫൈലൊക്കെ ആയിട്ട് വരുന്ന ഐറ്റംസ്. ഇതിൽ പിന്നെ വേറെ റിയർ പ്രൊഫൈലിൽ വേറെ അധികം ഐറ്റംസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് നോക്കാം, ഉള്ളിൽ എങ്ങനെ ചെയ്തിരിക്കുന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ PU മാറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റബ്ബർ മാറ്റാണ് ഇട്ടുള്ളത്. PU മാറ്റാണ് നമ്മൾ ചെയ്യുക, വിനൈൽ മാറ്റല്ല. വിനൈൽ മാറ്റും PU മാറ്റും ചേട്ടനും അനിയന്മാരാണ്. അപ്പോൾ PU മാറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റബ്ബർ മാറ്റ് ഇട്ടുണ്ട്. ഇതിൽ സീറ്റ് കവർ ചെയ്തിരിക്കുന്നത് ലുക്ക് സീറ്റ് കവർ കേട്ടോ. ഇത് ഒരു പ്രത്യേക ലുക്കാണ്. ഇത് നമ്മൾ സീറ്റ് കവർ നോക്കിയപ്പോൾ ആദ്യം സീറ്റ് കവർ കണ്ടപ്പോൾ വലിയ ലുക്കൊന്നും തോന്നിയില്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. വണ്ടിക്ക് നല്ല ലുക്കുണ്ട്. ഈ വണ്ടി എടുത്ത ഭാഗ്യവാനും അങ്ങനെ ആവട്ടെ. പിന്നെ നമ്മൾ ഡാഷ് ക്യാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഡാഷ് ക്യാം ചെയ്ത വണ്ടിയാണ്. പിന്നെ ഇതിൽ സ്റ്റിയറിംഗ് കവർ എന്താ, സ്റ്റിയറിംഗ് കവർ ഗ്രിപ്പ് കവർ ഇട്ടുണ്ട് ഈ വണ്ടിയിൽ. ഇതാണ് നമ്മുടെ സൺഷെയ്ഡ് ഇട്ടാ, 4 ഡോർ സൺഷെയ്ഡ്, വിൻഡോ സൺഷെയ്ഡ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ 4 ഡോർ സൺഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് നെറ്റ് കണ്ടല്ലേ, ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല സാധനമാണ്. മാഗ്നറ്റിക് ആണ്, പക്ഷേ കുഴപ്പമില്ല, നല്ല സാധനമാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനിയും പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. മുഖിൻ പെരുവല്ലൂർ.